സ്വീഡനിൽ മാൽമോയ്ക്ക് അടുത്ത് ഭയങ്കര ഓഫ് ബീറ്റ് ആയിട്ട് ലൊക്കേഷൻ ഉണ്ട്, മൊള്ളേന്ന് പറഞ്ഞിട്ട്. കടലിന്റെ സ്വീഡന്റെ ഒരു എൻഡായിട്ട് വരും. അപ്പോൾ അവിടെ ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ടിരിക്കുകയാണ്. സ്വീഡനിൽ നമ്മൾ താമസിച്ച സ്ഥലത്തിനടുത്ത് എന്തൊക്കെ കാണാനുണ്ടെന്ന് നോക്കിയപ്പോൾ ആദ്യം കണ്ടിപ്പെട്ടതാണ് കുള്ളനിലെ ഈ ലൈറ്റ് ഹൗസ്. ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്, ഇവിടെ താഴെ ഒരു ചെറിയ ലൈറ്റ് ഹൗസും ഉണ്ട്, മേളിൽ ഒരു വലിയ വർക്കിംഗ് ആയിട്ടുള്ള ലൈറ്റ് ഹൗസും ഉണ്ട്. താഴേക്കുള്ള വ്യൂവും ഈ പാറക്കെട്ടുകളുടെ ഇടയിലേക്കുള്ള വഴിയൊക്കെ കണ്ടപ്പോഴത്തേക്കും എന്തായാലും താഴത്തെ ലൈറ്റ് ഹൗസ് പോയിട്ട് കണ്ടിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. ഏകദേശം 500 മീറ്ററേ ഉള്ളൂ താഴേക്ക്. എന്നാലും ഓരോ പോയിന്റിലും നിന്ന് ആ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോയതുകൊണ്ട് താഴെ എത്താൻ ഒത്തിരി സമയമെടുത്തു. അതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് പഴയ ലൈറ്റ് ഹൗസിൻ്റെ മേളിലെത്താം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ബാൾട്ടിക് സീ തിരയൊന്നും ഇല്ലാതെ തന്നെ കിടക്കുന്നതും ചുറ്റുമുള്ള പാറക്കെട്ടുകളും മേളത്തെ ലൈറ്റ് ഹൗസും ഒക്കെ നല്ല ഭംഗിയായിട്ട് കാണാം. വെതർ ഭയങ്കര നല്ലതായതുകൊണ്ട് ഈ കടലിനും പാറക്കെട്ടിനും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. താഴേക്ക് ഇറങ്ങി പോരാൻ കുറച്ച് പാടുപെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും തിരിച്ചു കയറിപ്പോകാൻ ഭയങ്കര ഈസിയായിരുന്നു. അപ്പോൾ അതായിരുന്നു സ്വീഡനിൽ നമ്മൾ ആദ്യം വിസിറ്റ് ചെയ്ത സ്ഥലം. വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാതെയാണ് പോയത്. പക്ഷേ അവിടെ ചെന്ന് തിരിച്ചു വന്നപ്പോൾ സ്വീഡനിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മെമ്മറീസ് ആയിരുന്നു അത്.